വേദപുസ്തകത്തിനകത്ത് ഇരുട്ടെന്നൊരു വാക്കുകൊണ്ട് ബൈബിൾ വലിയ കാര്യങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ഇരുട്ടും വെളിച്ചവും ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സബ്ജക്റ്റുകളാണ്. ഇരുട്ട് എന്ന വാക്ക് എവിടെയൊക്കെ വരുന്നു അവിടെയെല്ലാം പൈശാചികമായിരിക്കുന്ന വ്യാപാരത്തെ ചിത്രീകരിക്കുന്നതാണ്. അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ശക്തി, ആ വാക്ക് തന്നെ നമുക്കറിയാം. മനുഷ്യൻ അൺപ്രോഫിറ്റബിളായി തീർന്നു. അതിന് 4 കാര്യങ്ങൾ തന്ത്രശാലിയായ സാത്താൻ ചെയ്തു. 4 മേഖലയിലേക്ക് ഇരുട്ട് കയറ്റിവിട്ടു. 4 വാക്യവും ഞാൻ തരാം. 1 റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യ. സ്തോത്രം. അത് വായിക്കണമെന്നില്ല, വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു കൊടുത്തു. ദൈവത്തെ അറിഞ്ഞിട്ടും 1:21 വായിക്കുന്നു റോമാലേഖനം. എന്താ വായിക്കണം? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അടുത്ത വാക്ക്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നോക്കിയേ, ദൈവത്തെ അറിഞ്ഞിട്ടും നന്ദി കാണിക്കാതെ ദൈവമല്ലാത്ത പലതിനെയും ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആരും അറിഞ്ഞില്ല, മുഖം പിന്നെയും വെളുത്തു കാണും, പക്ഷെ ഹൃദയം ഇരുണ്ടുപോയി. അപ്പൊ ഞാൻ എൻ്റെ പ്രസംഗ ഭാഷയെ പറയാം, വളരെ തന്ത്രശാലിയായ പിശാച് മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഇരുട്ട് കയറ്റി വിട്ടു. ഹൃദയം ഇരുണ്ടുപോയി. എക്സ്റേ എടുത്താലൊന്നും അത് കാണിയല്ല. ചെയിൻ സ്മോക്ക് ചെയ്ത ആൾക്കാർ സ്തോത്രം കൂടെ ചുമക്കുമ്പോൾ എക്സ്റേ എടുത്താൽ ചിലപ്പോൾ അവരുടെ ലെൻസിലൊക്കെ ചിലപ്പോൾ പുക കണ്ടേക്കാന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഹൃദയത്തിൽ ഇരുട്ട് കയറിയത് സ്കാനിങ് മെഷീനിൽ തെളിയല്ല. അത് തെളിയണമെങ്കിൽ വലിയ യോഗത്തിനും വരണം. വെറും യോഗത്തിന് വന്നാൽ പോരാ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന, ഇരുട്ടിനെ മാറ്റുന്ന, ശസ്ത്രക്രിയ കൂടാതെ അകത്തെ ഇരുട്ട് മാറ്റാൻ കരുത്തുള്ള പരിശുദ്ധാത്മശക്തി ഇറങ്ങി വരുന്നിടത്ത് നീ കയറിയാൽ അകത്തെ ഇരുട്ട് മാറ്റിയിട്ട് സ്വർഗത്തിലെ ദൈവം നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ആ വാക്കുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? ബൈബിൾ ക്ലാസ് എടുക്കാനല്ല വന്നത് ഞാൻ, പക്ഷേ ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ പറയുക. സ്തോത്രം. പാപം ചെയ്ത് മലിയമസപ്പെട്ട് ദൈവമാരെന്നറിയാതെ എല്ലാം ദൈവമാന്നോർത്ത് വഴിപാട് നേർച്ചയും കൊടുത്ത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാന്നോർത്ത് ചെരുപ്പ് തേഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നം ഹൃദയത്തിനകത്താണ്. ഹൃദയത്തിനകത്ത് ഇരുട്ട് കയറ്റി സാത്താൻ ഇനി അത് രക്ഷപ്പെടുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കും, അഥവാ അകത്ത് വെട്ടം വരും. അതിന് ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം എഴുതി വെച്ചു, ദൈവമേ നീ എന്റെ ദീപത്തെ കത്തിച്ചു. എന്റെ അർത്ഥം എന്താ? വൈകുന്നേരം ആയപ്പോ വീട്ടിൽ വന്ന് വിളക്ക് കത്തിച്ച ദൈവമാണെന്നാണോ? അല്ല, ആത്മീക ഭാഷയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അയാൾ പറയുന്നു, പാട്ടുകാരനായി യഹൂദാ കുടുംബത്തിൽ ജനിച്ച ദൈവത്തിന് പരിചയമുള്ള വീടായിരുന്നു ഇശായിയുടെ കുടുംബം. ദാവീദിന്റെ അമ്മയെ കുറിച്ച് നിങ്ങൾക്കറിയോ? പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ദാവീദ് പലപ്പോഴും ദൈവത്തിന്റെ സന്നിധി ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യ ദൈവത്തോട് പറയാറുള്ളൊരു വാക്കെന്നറിയാമോ? ദൈവമേ, ഞാൻ നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനുമാണ്. അതിനർത്ഥം എന്താ? ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ഇശായിയുടെ മോനാന്ന് ഒരിക്കൽ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്ന് പറയുന്ന ദൈവമേ, ഏതെങ്കിലും വെട്ടിപ്പോയി ചാടിയിട്ട് പിടിവിറ്റാത്ത നിലവാരത്തിൽ പോയിട്ട് അവിടെ ചെന്ന് കരയുമ്പോൾ അദ്ദേഹം ദൈവത്തോട് കരയുന്നത് ഞാൻ പാട്ടുകാരനെന്നല്ല, ഞാൻ രാജാവാന്നല്ല, ഞാൻ ഗോലിയാത്തിനെ കൊന്നവനാന്നല്ല. പിന്നെ എന്താ പറയുന്നത്? നിന്റെ ദാസിയുടെ മോനാണ് ഞാൻ, എന്നോട് കരുണ കാണിക്കണം. അങ്ങനെ കുറെ അമ്മമാര് കൊട്ടാരക്കര ഉണ്ടായിരുന്നെങ്കിൽ തലമുറകൾ എവിടെയെങ്കിലും പോയി കിടന്ന് പഴുതില്ലാതെ വഴിയടയുമ്പോൾ അവര് പറയും, എന്റെ അമ്മ ഭക്തയായിരുന്നു, എന്റെ അമ്മയുടെ കണ്ണീർ എന്റെ ഉച്ചന്തലയിൽ വീണിട്ടുണ്ട്, എന്റെ അമ്മയുടെ പ്രാർത്ഥന എന്റെ മേ കിടക്കുന്നുണ്ട്, ഞാൻ നിന്റെ ദാസിയുടെ മോനാന്ന് പറയാൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ സന്നിധിയിൽ ഒരു ഡിപ്പോസിറ്റ് ഇട്ടിട്ട് പോകാൻ ഏതെങ്കിലും അമ്മമാർക്ക് പറ്റുമെങ്കിൽ ഉള്ള സമയം പാഴാക്കാതെ നിങ്ങൾ കരഞ്ഞാൽ നിങ്ങളുടെ മക്കള് വല്ല കാനഡയിലോ ന്യൂസിലാൻഡിലോ ഇരുന്ന് കരയുമ്പോൾ അവര് പറഞ്ഞോളെ എന്റെ അമ്മച്ചി കരയുന്ന അമ്മയായിരുന്നു. സ്വർഗത്തിൽ പരിചയപ്പെടുത്താൻ ദാവീദ് ഉപയോഗിച്ചത് അവിടത്തെ വേറെ ആരെയല്ല. എന്നെ അഭിഷേകം ചെയ്തത് ശൗമേലാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ദൈവത്തിന് അറിയായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. പിണങ്ങരുത്, ഞാൻ സത്യം പറയാ. നമ്മുടെ ഐഡന്റിറ്റി കാർഡും സർട്ടിഫിക്കറ്റ് ഒന്നും കാണിച്ചാൽ സ്വർഗത്തിന് അറിയാലോ ഇത് എവിടത്തെയാടാന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. സ്തോത്രം. അതൊക്കെ അറിയാം നമുക്ക്, എന്നിട്ടും മണ്ടം കളിക്കുക നമ്മള്. പക്ഷെ കോട്ടെ അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ നിന്റെ ദാസിയുടെ മോനാണ്.
അപ്പൊ ഞാൻ ആ കുടുംബത്തെ പറയുക, അങ്ങനെ ഭക്തിയുള്ള കുടുംബത്തിൽ ദൈവത്തിനറിയാവുന്ന ഇശായിയുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മോൻ, ചെറുപ്പം മുതൽ പാട്ടുകാരൻ, സ്തോത്രം, അതുപോലെ ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ, ആ മനുഷ്യൻ പറയുക, നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുക, ഞാൻ രക്ഷപ്പെട്ടത് പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴല്ല, കിന്നരം ഉണ്ടാക്കി വായിക്കാൻ തുടങ്ങിയപ്പോഴല്ല, ഗോലിയാത്തിനെ കൊന്നെന്നും പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ എനിക്ക് പബ്ലിസിറ്റി തന്നപ്പോഴല്ല, യെരൂശലേം പുത്രിമാര് ശൗൽ 1000 കൊന്ന് ദാവീദ് 10,000 പാടിയപ്പോഴല്ല ഞാൻ രക്ഷപ്പെട്ടത്. നിങ്ങൾ ആരും അറിഞ്ഞില്ല. കാട്ടി കടന്ന് പറഞ്ഞപ്പോൾ എന്റെ ദൈവം എന്റെ ദീപം കത്തിച്ചു. എന്റെ ദൈവം എന്റെ ദീപം കത്തിച്ചതോടുകൂടെ എന്റെ ഇരുട്ട് മാറി. ഹല്ലേലൂയ. ദാവീദിന്റെ മോൻ ശലോമോൻ അപ്പം പറയാത്ത കാര്യം സദൃശവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ പോയി കണ്ടുപിടിച്ചു. ആ വാക്യം ഇതാണ്, സ്തോത്രം, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. മനസ്സിലായോ? പച്ചക്കെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വിളക്കി പിടിപ്പിച്ചാൽ ആത്മാവ് മരിച്ചു കിടക്കുന്ന മനുഷ്യനാണ് ഹൃദയത്തിൽ ഇരുട്ട് കയറിയവൻ. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഇതുപോലത്തെ ഒരു സുവിശേഷ യോഗത്തിൽ വന്നിരുന്ന് സത്യം മനസ്സിലായി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആരും അറിയാതെ സ്വർഗത്തിലെ ദൈവം അണഞ്ഞു കിടന്ന ആത്മാവെന്ന ദീപം കത്തിക്കും. ആ ദീപം കത്തിക്കുന്നതോടുകൂടെ യേശുക്രിസ്തു ശമരിയ സ്ത്രീയോട് പറഞ്ഞു, സ്തോത്രം, വഴിപാടും നേർച്ചയും കാളയും ആടിനെയും കൊണ്ടുള്ള ആരാധന ദൈവം നിർത്താൻ പോകുകയാണ്. ഇനി ആരാധന ആത്മാവിനും സത്യത്തിലും ആകെയാണ് എന്ന് പറഞ്ഞാൽ, ആത്മാവ് മരിച്ചു കിടക്കുന്നവൻ കാളയും കൊണ്ട് വന്നാൽ അന്ന് ആരാധന നടക്കുമായിരുന്നു, ആടിനെയും കൊണ്ടുവന്ന് നടക്കുമായിരുന്നു, ഒരു പിടി മാവ് കൊണ്ടുവന്ന് നടക്കായിരുന്നു. ആ പരിപാടി ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ആ ഗേറ്റ് ദൈവം അടയ്ക്കുന്നു. പിന്നെയോ ആത്മാവിൽ ജീവിക്കുന്നവൻ ആരാണോ അവൻ ഇനി ആരാധിച്ചാ മതി. എന്നെ ആരാധിക്കുന്നവൻ ഇങ്ങനെയുള്ളവനായിരിക്കണമെന്ന് അങ്ങനെ ഒരു വാക്കോടെ എന്റെ അടിയിലുണ്ട്. മനസ്സിലായോ? ഇന്ന് രാത്രി ഞാൻ പറയാം, അകത്ത് ദീപം കത്തിയാൽ നിന്റെ അടുക്കൽ ഒരു ഇരുട്ടും കയറിയല്ല, ഒരു പോരാട്ടം കയറിയല്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരുട്ട് കയറ്റി. രണ്ടാമത്തെ വാക്യം വായിച്ചു, 2 കൊരിന്ത്യർ 4:4. 2 കൊരിന്ത്യർ 4:4 അടുത്ത വാക്യമാണ്. ആ വാക്യം വായിച്ചു. 2 കൊരിന്ത്യർ 4:4. പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ. അടുത്ത വാക്ക്, ഈ ലോകത്തിന്റെ ദൈവം അഥവാ സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഹൃദയത്തിൽ ഇരുട്ട് കയറ്റി എന്ന് റോമാലേഖനം പറയുമ്പോൾ, സുവിശേഷം വിശ്വസിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? സാക്ഷാൽ പിശാച്. ആ സാത്താൻ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ, കേട്ടാലും വിശ്വസിക്കാതിരിപ്പാൻ അവരുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. മനസ്സും മനസാക്ഷിയുമാണ് മനുഷ്യന്റെ ജീവിതത്തിലെ നീതിബോധം നൽകുന്നത്, തീരുമാനമെടുപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സദൃശ്യത്തിന് സ്വരൂപത്തിനെ സൃഷ്ടിച്ചതെന്ന്. ദൈവത്തിന്റെ സദൃശ്യത്തിന് സ്വരൂപത്തിന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ ഓൺ പേഴ്സണാലിറ്റി എന്ന് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ പേഴ്സണാലിറ്റി തന്നെ സൃഷ്ടിച്ചു. വേറെ ഒരു ജീവിക്കും ദൈവത്തിന്റെ പേഴ്സണാലിറ്റി കൊടുത്തില്ല. ചിലരുടെ കാര്യമല്ല, ഒരു സ്വത്രം പറയാൻ തോന്നിയില്ലല്ലോ. സ്വത്രം മനസ്സിലായോ? നമ്മുടെ പിള്ളേരൊക്കെ കണ്ടിട്ടില്ലേ സ്വത്രം? ഞാൻ പേര് പറഞ്ഞ പിണങ്ങൊന്നറിയില്ല. അവരുടെ മുടിവെട്ടും പിന്നെ അവരുടെ വസ്ത്രം തയ്യലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആരോ ആകാൻ അവൻ അങ്ങ് ശ്രമിക്കുക. സ്തോത്രം. അറിയാലോ, ക്രിക്കറ്റ് താരങ്ങളും സിനിമാ നടന്മാരും പിന്നെ സ്തോത്രം അങ്ങനെയുള്ള ആളുകളാകാൻ വേണ്ടി അവർ തയ്ച്ചതുപോലത്തെ സ്തോത്രം ചുരിദാർ തയ്ക്കാൻ, അവർ തയ്ച്ചതുപോലത്തെ ഷർട്ട് തയ്ക്കാൻ, അവർ നടക്കും പോലെ നടക്കാൻ, അവർ മുടിവെട്ടി പോലെ മുടിവെട്ടാൻ ശ്രമിക്കുന്നു. കാരണം അവരുടെ പേഴ്സണാലിറ്റി ഇവനിലേക്ക് വരാൻ വേണ്ടി വേഷം കെട്ടോട് വേഷം കെട്ട. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് രാത്രി ആര് ഇച്ചിയാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ദൈവത്തിന്റെ പേഴ്സണാലിറ്റിയാണ് ആ ഭാരം. അത് തന്ന് സൃഷ്ടിച്ചത് ദൈവം. ഇന്ന് രാത്രിക്കാലം അതാണ് സാത്താൻ നശിപ്പിച്ചത്. ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പറയാം, നിന്റെ പേഴ്സണാലിറ്റിയോടാ പിശാചിന് പോരാട്ടം. അല്ലാതെ നിന്റെ മൂക്കിനോടും കണ്ണിനോടൊന്നും പ്രശ്നമില്ല. സ്തോത്രം. നിന്റെ പേഴ്സണാലിറ്റി നശിപ്പിച്ചാൽ നീ ദൈവമില്ലാത്തവനായി മാറും. പേഴ്സണാലിറ്റിക്കകത്ത് അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാന്ന് പറയാൻ ഒരു ബൈബിൾ ക്ലാസ് തന്നെ വേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ കർത്തൃദാസന്മാർ നിങ്ങളെ പഠിപ്പിക്കട്ടെ. പേഴ്സണാലിറ്റിയിലാണ് ദൈവം സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ ഓൺ ഇമേജ്.
പേഴ്സണാലിറ്റിയിലെ ഏറ്റവും വലിയ കാര്യമാണ് തീരുമാനമെടുക്കാനുള്ള കഴിവ്. ഒരു രാജാവാണ്, അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ്, ഒരു ഭരണസാരഥിയാണ്. തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കുമ്പോൾ ചിലർ പിണങ്ങും, ചിലര് സ്തോത്രം ഉപദ്രവകാരികളാകും, അല്ലേ സ്തോത്രം. ചില ആളുകൾക്ക് അല്ലെ നേരെ സഭയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കറിയാം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ്ട. ചില പ്രശ്നം വരുമ്പോൾ കാര്യം രണ്ടു പക്ഷത്തിനെ കേട്ടിട്ട് അവസാനം ചെയർമാൻ എന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കാത്ത കേസായി വലിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് 4.5 കൊല്ലമായിട്ടും. കാരണം അയക്ക് പേടിയാ. മനസ്സിലായോ സ്തോത്രം? കേട്ടോട്ടെ, ഓൺലൈനിൽ കൂടെ അല്ലാതെ എങ്ങനെയും കേട്ടോട്ടെ, പേടിയാ. തീരുമാനം എടുക്കുകയല്ല. പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ കാര്യം ബോധ്യപ്പെട്ടാൽ തീരുമാനം എടുക്കും. ഈ നാളെ മുതൽ സഭയിൽ വരണ്ട, അത്രേ ഉള്ളൂ തീരുമാനം. അതിന്റെ കാരണം ഇതാണ്. അല്ലെങ്കിൽ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും തീരുമാനം? തീരുമാനം എടുക്കണമെങ്കിൽ നട്ടല് വേണം. അത് ദൈവം ഒരു തീരുമാനം എടുത്ത തീരുമാനമാണ്. പേഴ്സണാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം പറയുന്നത് തീരുമാനം എടുക്കാനുള്ള കഴിവാണ്. അത് നമ്മുടെ മനസാക്ഷിയും മനസ്സുമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിൽ ഇരുട്ട് കയറ്റിയാൽ 1000 യോഗത്തിൽ വന്നിരുന്ന് കൈയടിച്ച് സ്വത്രാഴ്ച ഇട്ടാലും തീരുമാനം എടുക്കുകയില്ല. അയ്യോ, ഇവള് പ്രസംഗം തുടങ്ങിയപ്പോ എന്തോ നല്ല രീതിയിലാണ് തുടങ്ങി. സ്വത്രം ഇവള് കുത്തി കുത്തി മുറത്തേക്ക് കയറി കൊത്താൻ തുടങ്ങി. നിങ്ങളെല്ലാം ഈ എന്നാ തോന്നുന്നേ എന്നെല്ലാം നിങ്ങളുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാനല്ല പ്രസംഗിക്കുന്നേ, എൻ്റെ പ്രസംഗത്തിന്റെ ഭാഗ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറെ ഇരിക്കുന്നു. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്നെ തീരുമാനമെടുപ്പിക്കാതെ കറക്കിക്കൊണ്ട് നടക്കുന്ന, മനസ്സിൽ ഇരുട്ട് കയറ്റി വിട്ട് ഭയം വിതച്ച് എന്തൊക്കെയോ ആകാശം ഇടിഞ്ഞ് വീഴുന്നുള്ള തോന്നൽ നിന്റെ അകത്ത് തന്ന് നിന്നെ നീറി നീറി ചാവാൻ പ്രേരിപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വന്ന് സമരം ചെയ്യുക. അതിന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒറ്റ വാക്ക് മതി. ഞാൻ ചിലരോട് നേരിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുക. എനിക്കൊരാൾക്കൂട്ടം ഫീൽ ചെയ്യുന്നില്ല ഇവിടെ. അങ്ങനത്തെ ഒരു പ്രസംഗം അല്ല ഇത്. തുടങ്ങിയത് അങ്ങനായിരുന്നു. പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് പേഴ്സണലി ആ വ്യക്തികളോട്. ആരൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്, നീ രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരികയോ. ഒറ്റ നിന്നെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാതിരിക്കാൻ നിന്നെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നിന്നെ മൂടുവിരിയിട്ട് മൂടി മേശക്കീഴിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പോലെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ശക്തിയോട് ഇന്ന് രാത്രികാലം ഞങ്ങൾ അഭിഷേകമുള്ളവർ ഒന്നിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ. ജനം തീരുമാനമെടുക്കട്ടെ. പിശാചേ മാറിപ്പോ. റബന ഹദാര ശന്ദന റികൽ ഖനാദിയാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പാസ്റ്ററായത് ഞാനൊരു തീരുമാനമെടുത്തു. പാപമില്ല, ലോകം വേണ്ട, പാപം വേണ്ട, എനിക്കെന്റെ ദൈവം മതി എന്നൊരു തീരുമാനമെടുത്തു. സ്വർഗം അത് കുറിച്ചു വെച്ചു. അന്ന് മുതൽ തന്നെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നു, അസാധാരണ കൃപ എനിക്ക് തന്നു. ദൈവത്തിനറിയാം എന്റെ തീരുമാനത്തിൽ എന്നെ നിലനിർത്താതിരിക്കാൻ ഈ ലോകത്തിന്റെ ശക്തികൾ അടരാടുമെന്ന്, ഞാൻ വീഴുമെന്ന് തോന്നിയപ്പോഴെല്ലാം സ്വർഗത്തിന്റെ കൃപ എനിക്ക് തന്നു, അവന്റെ ആത്മാവിനെ എനിക്ക് തന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി തീരുമാനമെടുത്തവർക്ക് അസാധാരണ കൃപ തന്ന് എന്റെ ദൈവം നിവരെ നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ട് പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ ബ്രദറെ ഇന്ന് രാത്രി തീരുമാനിക്കണം. ഇനി ലാബോറട്ടറി കൊണ്ടുപോയി കൊറോണ പരിശോധിക്കുന്ന പോലെ അടുത്ത പ്രവാചകന്റെ അടുക്ക് പോയി എനിക്ക് വിളിയുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇനി നാണോ ഇല്ലേ? നിനക്കറിയാം സംഭവം നിന്റെ മേലുണ്ടെന്ന്. ഇനി വേണ്ടത് തീരുമാനമാണ്. നീ ആ തീരുമാനം എടുക്കുന്നത് വരെ സ്വസ്ഥത വരികയല്ല. ഇന്ന് രാത്രിക്കാലം തീരുമാനമെടുത്താൽ അന്ന് മുതൽ കൃപ വ്യാപരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിനക്ക് ദൈവം തരുന്ന ശുശ്രൂഷ നിന്നേക്കാൾ വലിയ ശുശ്രൂഷയാണ്. ആരൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്? ദൈവം പറയുന്നു, നിനക്ക് ദൈവം തരുന്ന വിളി നിന്നേക്കാൾ വലിയ വിളിയാ. ദൈവത്തിനറിയാം നിന്നേക്കാൾ വലിയ കക്ഷിയോടാ നീ പോരാടേണ്ടത്. നിന്നെ കൊണ്ട് ഒക്കത്തില്ലെന്നറിയാം. അതിന് സ്വർഗം എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ കൃപ നിനക്ക് ടൺ കണക്കിന് കണക്കാക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൃപ തന്നുകൊണ്ടിരിക്കും. ഇന്ന് രാത്രികാലം തീരുമാനമെടുത്താൽ ഹല്ലേലൂയ,
മനസ്സിൽ ഇരുട്ട് കയറിയാൽ തീരുമാനം എടുക്കാൻ പറ്റിയാൽ. ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഓക്കെ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇരുട്ട്, പിന്നെ ബ്ലാങ്കാണ്, പിന്നെ അയ്യോ ആശങ്കയാണ്, പിള്ളേരുടെ കാര്യം എന്താവും, ആരെങ്കിലും അറിഞ്ഞാൽ എന്താവും, പ്രശ്നം. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗം പഴുതടയ്ക്കുന്നു, മൂന്നാമത്തെ രാത്രി. ഇനി ഇതുപോലത്തെ ഒരവസരം കിട്ടുമെന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, മനസ്സുകൊണ്ട് ദൈവമേ, ഞാൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അങ്ങടെ മോനാകാൻ എൻ്റെ മനസ്സുകൊണ്ട് സമ്മതം. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു നേരെ നിൽക്കാൻ. ഇന്ന് രാത്രി ഞാൻ സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം കൈവിടിയല്ല. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യും, ദൈവം പ്രവർത്തിക്കും. മനസ്സാക്ഷിയും മനസ്സും. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സ്, അതിനകത്താണ് ഇതെല്ലാം കയറി നിൽക്കുന്നത്. വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് മനസ്സ് കോടതിയും മനസ്സാക്ഷി ജഡ്ജിയുമാണ്. അതുകൊണ്ടാണ് നമുക്ക് തന്നെ ന്യായം വിധിക്കാൻ. ഉണ്ട് കർത്തൃമേശയുടെ ഭാഗത്തേക്ക് എഴുതിയിരിക്കുന്നത്, തന്നെത്താൻ ശോധന ചെയ്യണം, മനസ്സാക്ഷി കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ആകാം. അപ്പൊ അതൊക്കെ നമ്മുടെ അകത്ത് ദൈവം ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കുക. പക്ഷെ സാത്താൻ അറിയാം, മനസ്സാക്ഷി സജീവമാണെങ്കിൽ നീ തീരുമാനമെടുക്കും, നീ ദൈവത്തെ സേവിക്കും, നീ കൽപ്പന അനുസരിക്കും. മനസ്സാക്ഷിക്കകത്ത് ഇരുട്ട് കയറ്റിയാൽ നീ പുകമറയ്ക്കകത്തായി. പിന്നെ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, പാസ്റ്ററെ അത് ശരിയാണോ? ഇപ്പൊ യൂട്യൂബിൽ വന്നതോ? യൂട്യൂബിൽ വന്നോ നിനക്ക് തന്നെ ഇരുട്ട് കയറുമ്പോ ഇതൊക്കെ തോന്നലുണ്ടാവും. സ്തോത്രം. ഇന്ന് രാത്രി യേശു പറയുന്നു, മനസ്സാക്ഷിയിലെ ഇരുട്ട് ദൈവം തുടച്ചോണ്ടിരിക്കുക. സമ്മതിക്കുന്നവരുടെ ഉള്ളു ദൈവം കഴുകിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തത്, ആദ്യത്തത് ഹൃദയത്തിൽ ഇരുട്ട് കയറി, രണ്ടാമത്തത് സ്തോത്രം മനസ്സിൽ ഇരുട്ട് കയറി, മൂന്നാമത്തത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അടുത്ത മേഖല ഗംഭീരമായി സാത്താൻ ചെയ്ത അടുത്ത മേഖല നിങ്ങൾ അറിയാതെ പോകരുത്. 4-ാം അധ്യായം 17-18 വാക്യങ്ങൾ എഫേസ്യ ലേഖനം വായിച്ചു. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ അടുത്തത് നിങ്ങൾ ഇനി നടക്കരുത്. അടുത്തത്, അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം. മതി, സ്തോത്രം. ഒറ്റ പദവും കിട്ടിയാൽ മതി. വായിച്ചു പോകുമ്പോഴൊക്കെ നമ്മളെ കൊണ്ട് ശ്രദ്ധയെ പോലും പെടുത്തിക്കാതിരിക്കാൻ, വായിക്കുമ്പോൾ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് സാത്താൻ അടുത്ത് വന്നിരിക്കുന്നു. സ്തോത്രം. കാരണം ആ വാക്കങ്ങ് സ്കിപ്പ് ചെയ്തു പോകും. പക്ഷെ ആ വാക്ക് കണ്ടോ, അന്ധബുദ്ധി. രണ്ട് വാക്കുകളുടെ സംയോജനമാണ് അന്ധത പ്ലസ് ബുദ്ധി. മന്ദബുദ്ധി വേറെ, നമ്മൾ പാവങ്ങൾ. ഇന്ന് രാത്രി അവരെ വെറുതെ വിടുന്നു. പക്ഷെ ഇവരെ പിടിച്ചേ പറ്റൂ. ഏതാ? അന്ധബുദ്ധി. അതിനർത്ഥം ഇംഗ്ലീഷിലാണെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഡാർക്കൻഡ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് എന്ന് കൊടുത്തിരിക്കുന്ന അവരുടെ ബുദ്ധി മനസ്സിലാക്കുന്ന മേഖലയാണ്. അതാണ് അണ്ടർസ്റ്റാൻഡിങ്. തമ്മിൽ മനസ്സിലാക്കുന്നത്. രണ്ട് കക്ഷികൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയില്ലേ നമ്മൾ? എന്താ കാര്യം? എന്താ അവർ തമ്മിൽ പ്രശ്നം? മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ തലയൂരാ. കാരണം എന്താ? ആളുകളെ തമ്മിൽ മനസ്സിലാക്കാനുള്ള കഴിവാണ് ദൈവം ആ മേഖലയെ വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇരുട്ട് കയറ്റിയാൽ വീട്ടിൽ എന്നും പ്രശ്നം. ചുമ്മാ തോന്നുവാണ് നമുക്ക്, കാരണം ഇരുട്ടല്ലേ. പതുക്കെ നിലാവുള്ള രാത്രി പണ്ട്, ഇപ്പം പ്രശ്നമൊന്നുമല്ല. ഇപ്പം രാത്രിയൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. വെട്ടം വെളിച്ചമൊന്നും ഇല്ലാത്തൊരു കൊച്ചു ഗ്രാമത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ചുമ്മാതാണെങ്കിലും നിലാവുള്ള രാത്രി പതുക്കെ പുറത്ത് നിന്ന് കിണറ്റിൻകര നിൽക്കുന്ന വാഴയില അനങ്ങുന്ന കണ്ടാൽ നമുക്ക് തോന്നും ആരാണ്ടും വന്ന് കൈ കാട്ടി വിളിക്കുകയാണ്. എത്രയോ പ്രാവശ്യം പേടിച്ച് അമ്മയെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. തോന്നലുകളായതെല്ലാം. ഞാൻ നിങ്ങളോട് സത്യം പറയാം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രാർത്ഥനാ വിഷയത്തിനകത്തൊക്കെ വരുന്ന എല്ലാന്ന് പറയുന്നില്ല, ഒരുമാതിരിപ്പെട്ട കൂടോത്രമൊക്കെ ഈ തോന്നല. ചുമ്മാ അങ്ങ് തോന്നും അടുത്ത വീട്ടുകാർ ഇങ്ങോട്ട് മുട്ട എറിഞ്ഞെന്ന്. അത് തോന്നിപ്പിക്കുകയാണ്. അതിന് ഒത്താശ പറയാൻ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ഞാൻ പറയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, അണ്ടർസ്റ്റാൻഡിങ് മേഖലയിൽ ഇരുട്ട് കയറ്റിയാൽ പിന്നെ എന്നും സംശയം. ആത്മീയതയെ സംശയം, പ്രാർത്ഥനയെ സംശയം, എല്ലാം സംശയം. അത് തിരിച്ചറിയാൻ പറ്റാതെ പോകും.
ആളെ തിരിച്ചറിയാൻ പറ്റി. ഇപ്പോൾ നടക്കുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സ്വത്രം നാട്ടുവാർത്തകളൊന്നും സുവിശേഷത്തിൽ കേട്ടേണ്ട കാര്യമില്ലെന്ന്. ചെന്നാൽ പോലും ഓർത്ത് നോക്കി, ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നില്ലേ? എങ്ങനെ പറയുന്നേ? ഓൺലൈനൊക്കെ ഉണ്ട്. വളരെ നീചമായ കാര്യം. എങ്കിലും ഞാനത് ബോധ്യമാകാം, ഈ ബുദ്ധിക്കകത്ത് ഇരുട്ട് കയറിയുള്ള പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ വായിച്ചില്ലേ? ഇപ്പോഴൊന്നും അല്ല, എപ്പോഴെങ്കിലുമൊക്കെ വാർത്ത ഒന്നരണ്ട വന്നുള്ളൂ. 62കാരൻ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഞെട്ടിത്തെറിച്ചിരിക്കാൻ. പത്രത്തിൽ വന്ന കാര്യം പറഞ്ഞു. 75 വയസ്സുകാരിയെ 3 പേര് കൂടി പീഡിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ വരുന്ന വാർത്തയിൽ പറയുന്നേ. ശരിക്കും ആ വാർത്ത വായിക്കുമ്പോൾ എന്താ പറയണ്ടേ? എങ്ങനെയാ ഞാനത് വിശദീകരിക്കുന്നേ? 65 വയസ്സുകാരൻ അവന്റെ അണ്ടർസ്റ്റാൻഡിങ് മേഖലയിൽ അല്പമെങ്കിലും തരി വെളിച്ചമുണ്ടെങ്കിൽ 5 വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞിനോട് ഞാൻ എന്താ പറയണ്ടേ? ഇതിന് ഞാൻ പറയാം, ഒരു അവയർനെസ് കൊണ്ടും കഥയില്ല. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കഴുകല് പ്രാപിക്കാത്ത ഒരു കേസ് കെട്ടുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ഇവിടെ ആരും നോക്കണ്ട. പച്ച സുവിശേഷം പറഞ്ഞ് ആളെ ബോധവൽക്കരിക്കാതെ നാട് നന്നാവില്ല. ചുമ്മാ ആരെങ്കിലും കയറി ആരെങ്കിലും പിടിക്കുമ്പോ ഒരു ഓട്ടവും ചാട്ടവും. ഇതിന്റെ വിഷയം കിടക്കുന്നത് ഞങ്ങൾ സുവിശേഷകന്മാർ ബൈബിളിൽ നിന്ന് പറയാം. സാത്താൻ മനുഷ്യന്റെ തമ്മിൽ മനസ്സിലാക്കുന്ന മേഖലയെ മുഴുവൻ പുകച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് കിട്ടുന്ന സകല വാർത്തകളും ഈ വിഷയത്തിന് പരിഹാരം വരാൻ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് കടക്കാതെ മനുഷ്യന്റെ വിശേഷത നഷ്ടപ്പെടുത്തി. അതിനി യൂണിവേഴ്സിറ്റികൾക്ക് പറ്റില്ല അവരുടെ ബുദ്ധി വികസിപ്പിക്കാം, മെഡിക്കൽ കോളേജുകൾക്ക് പറ്റില്ല, സൈക്കാട്രിക് ട്രീറ്റ്മെന്റുകൾക്ക് പറ്റില്ല. ഇതിന് കഴിയുന്നൊരു മാർഗം ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷമല്ലാതെ മനുഷ്യനെ മടക്കി വരുത്താൻ വേറെ ആർക്കും കഴിയില്ല. ഈ രാത്രി ഞാൻ പറയാം, ലോകം എന്ത് പറഞ്ഞാലും കാലം എത്ര വളർന്നാലും സുവിശേഷം മനുഷ്യനുള്ള കാലത്തോളം ഡിമാൻഡുള്ള സാധനമാണിത്. പറയേണ്ട പോലെ പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ഹൃദയത്തിലോ മനസ്സിലോ ബുദ്ധിയിലോ ഇരുട്ട് കയറി കിടക്കുന്ന ഏതെങ്കിലും പിള്ളേര് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവനെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഈ രാത്രി അവനെ ഊരിയെടുക്കണം ഇരുട്ടിനകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ. അതിനു വേണ്ടിയിട്ട് സ്വർഗം ഈ രാത്രിക്കാലം നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. തിരക്കിനിടയിൽ അവസാനം പറയാൻ ഒരു വാക്ക് ഞാൻ ആദ്യം പറഞ്ഞുവിടാം. ഇതുകൊണ്ടാണ് ദൈവം കൊലോസ്യ ലേഖനത്തിൽ എഴുതി വെച്ചത്, ദൈവം നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, രാജ്യം മാറണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ട് അമേരിക്കയ്ക്ക് പോകണമെന്നല്ല ഞാൻ പ്രസംഗിക്കുന്നതിന്റെ അർത്ഥം. ഇവിടെ അൺസീൻ ഒരു ഇവിടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു ആത്മതലമുണ്ട്. അതിന്റെ പേര് ദൈവരാജ്യമെന്ന, പുത്രന്റെ രാജ്യമെന്ന. ഒരുവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവൻ മതമല്ല മാറുന്നത്, അവന്റെ രാജ്യമാണ് മാറുന്നത്. ഏത് രാജ്യം? ഇരുട്ടിന്റെ രാജ്യത്ത് നിന്ന് സാത്താന്റെ ചൂതുകളെയും ചീട്ടുകളെയും കള്ളുകുടിയൊക്കെയുള്ള ആ രാജ്യത്ത് നിന്ന് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക്, ദൈവപുത്രന്റെ രാജ്യത്തിലേക്ക് അവൻ നമ്മളെ ചേർക്കുകയാണ്. ഈ വിഷയത്തിന് പുത്രന്റെ രാജ്യത്തിൽ വരാതെ സമ്പൂർണ്ണ വിടുതലില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് കഴിയുമ്പോൾ പിന്നെയും അതിന് പുത്രന്റെ രാജ്യത്തിൽ കുഞ്ഞാട് വിളക്കായിരിക്കുന്ന അവിടെ സ്തോത്രം കേറിയാൽ ദൈവപ്രവൃത്തി നടക്കും. 4ാമത്തെ മേഖലയിൽ ഇരുട്ട് കയറ്റി വിട്ടു. അതോടെ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 23-ാം വാക്യം വായിച്ച് അവസാന ഭാഗത്തേക്ക് വരും. 6:23 എന്താ എഴുതിയിരിക്കുന്നത്? കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. അടുത്ത വാക്ക്, എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? ആലങ്കാരികമല്ലാതെ ആത്മീകമാണ് വിഷയം.
യേശുക്രിസ്തു നേരിട്ട് പറയുക ഗിരിപ്രഭാഷണ മധ്യത്തിൽ. ഇവിടെ കൊടുത്തിരിക്കുന്നു, കണ്ണ് കേടുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും, ഇരുട്ടായിരിക്കും. ഇവിടെ കണ്ണെന്ന് പറയുമ്പോൾ കണ്ണിന് ഇച്ചിരി കാഴ്ച കൂടുമ്പോഴത്തേക്ക്, അങ്ങനെയാണെങ്കിൽ പ്രായമാകുമ്പോഴെല്ലാം നമ്മുടെ ശരീരം എന്നേക്കാൾ കറുത്തു പോയേനെ. നിങ്ങളുടെ കണ്ണ് കേടെന്ന് പറയുന്നത് തിമിരം വന്നതിൻ്റെ കാര്യമല്ല. സ്തോത്രം. ഈ വാക്യത്തിനകത്തുനിന്ന് പുറത്തേക്ക് എടുക്കേണ്ടത് ശരീരത്തിലും ഇരുട്ട് കയറ്റി. അതുകൊണ്ട് ഇല്ലാത്ത രോഗമൊന്നും ഒരു 50 തികയ്ക്കുമ്പോഴേക്കും ഇതകത്ത് കയറി കിടക്കുമ്പോൾ, സ്തോത്രം, നിവരാൻ കഴിയാത്ത രീതിയിൽ ഇരുട്ടിന്റെ ശക്തി ശരീരത്തിൽ താവളമടിച്ചു. അപ്പോൾ ഒരു മനുഷ്യന്റെ 4 പ്രധാന മേഖല ഒന്ന് നോക്കിയേ. ഹൃദയത്തിൽ ഇരുട്ട്, മനസ്സിലിരുട്ട്, ബുദ്ധിയിലിരുട്ട്, ശരീരത്തിൽ ഇരുട്ട്. ഈ 4 മേഖലയിൽ ഇരുട്ട് കയറിക്കിടന്ന പിന്നെ ആ മനുഷ്യൻ ബാക്കി എന്നാ ഉണ്ട്? അവനെ വിശേഷതയുള്ള മനുഷ്യനാന്ന് വിളിക്കാൻ മനസാക്ഷിയുള്ള നമുക്കിനി പറ്റൂ? സ്തോത്രം. ചുമ്മാ കണ്ണടച്ചിട്ട് പൊക്കോ, കുഴപ്പമില്ല. സത്യം പറയുവാണെങ്കിൽ ഞാൻ നട്ടലുണ്ടെങ്കിലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്, ഉയരെ പറന്നാലും സ്വന്തമായിട്ട് വീട്ടിൽ വിമാനം ഉണ്ടാക്കിയാലും ഈ 4 മേഖലയിലെ ഇരുട്ട് മാറുമ്പോഴാണ് മനുഷ്യൻ വിശേഷതയുള്ളവനായി മാറുന്നത്. ആ വിശേഷത യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തരും. സ്തോത്രം. വിശേഷത നഷ്ടപ്പെട്ട മനുഷ്യൻ, നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ, സ്തോത്രം, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുമ്പോൾ സത്യവചനവുമായി നിങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെടുകയാണ്. ഇന്ന് രാത്രി ഇരുട്ട് മാറ്റിത്തരാം, ദീപം കത്തിച്ചു തരാം, വിളക്ക് പ്രകാശിക്കുന്ന രാത്രിയാക്കാം. ദൈവത്തിന്റെ മഹാപ്രവൃത്തി വെളിപ്പെടാതിരിക്കില്ല. വീട്ടിലെ പ്രശ്നം മുതൽ ശരീരത്തിലെ രോഗം മുതൽ, സ്തോത്രം, ദൈവികമായിരിക്കുന്ന ആത്മീകമായിരിക്കുന്ന സകല വിഷയങ്ങൾ, ഇതെല്ലാം നിന്റെ ശക്തി കുറഞ്ഞത്, നിന്നെ ഭയപ്പെടുത്തിയത്, പീഡിപ്പിച്ചത്, പേടിപ്പിച്ചത്, ഇത് മുഴുവൻ ഇന്ന് രാത്രികാലം ഇവിടെ പന്തലിൽ നിന്ന് ഇറങ്ങുന്നതിനൊക്കെ അഴിച്ചിട്ടേ പോകത്തുള്ളൂ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മറയുണ്ടായിരുന്നു. ഞങ്ങൾക്കിതൊന്നും അറിയില്ല പാസ്റ്ററെ. ഒരു കൺവെൻഷൻ വേദിയിലാണെങ്കിൽ പോലും ഇങ്ങനെ പറയേണ്ടി വന്നു, ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി സത്യം പറയുന്നു, മറ കീറുന്ന രാത്രിയാകയാൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്റെ അകത്ത് കയറി ഇരുട്ടിനെ മുഴുവൻ മാറ്റിയിട്ട് ദൈവത്തിന്റെ പ്രകാശ ഗോപുരമായി നിന്റെ നാട്ടിൽ നിന്നെ മാറ്റാൻ സ്വർഗത്തിലെ ദൈവം വിൽപത്രം എഴുതി വെച്ചിട്ടാ നിന്നോട് യോഗത്തിന് വരാൻ പറഞ്ഞത്. ദൈവം നിനക്ക് വേണ്ടി എഴുതിയ വിൽപത്രത്തിൽ ഒപ്പിടണമെങ്കിൽ നീ ഒരു സമ്മതം പറയണം. പത്രം എഴുതി വെച്ചിരിക്കുക ദൈവം. ഇന്ന് രാത്രി ഈ യോഗത്തിന്റെ കടശ രാത്രി എൻ്റെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ, അങ്ങ് പറയുന്നത് പോലെ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ദൈവസന്നിധിയിൽ ജീവിക്കാമെന്നൊരു തീരുമാനം ആരും അറിയാതെ ദൈവസന്നിധി പറഞ്ഞാൽ, ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് നമ്മൾ 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണ്ട, റവന്യൂ സ്റ്റാമ്പ് വേണ്ട, 2 സാക്ഷികൾ വേണ്ട. അപ്പൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ മേടിച്ചാൽ അപ്പൻ 100 രൂപ പേപ്പറിൽ ഒപ്പിടിച്ച് മേടിക്കും. കാരണം അപ്പന് വിശ്വാസമില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മുടെ വിരൽ മുറിച്ച് ചോര ഒഴിക്കണ്ട, ആരുടെയും സാക്ഷി വേണ്ട. ദൈവത്തിന് നമ്മുടെ ഒരു വാക്ക് മതി. എന്നെ കൂടി അങ്ങയുടെ മകനായി കരുതണം. ഈ കേട്ട ഇരുട്ടിനകത്ത് എൻ്റെ വീട്ടിൽ ആരും കിടക്കരുത്. ഞങ്ങളുടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ദീപം കയറി വരണം. സുവിശേഷത്താൽ മരണം നീക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളും നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഇരുട്ട് കയറി കിടക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വെളിച്ചം കയറുന്നതോട് കൂടെ ഒരുമാതിരിപ്പെട്ട രോഗമെല്ലാം ആ കൂടെ ഇന്ന് രാത്രി ഇവിടെ അഴിഞ്ഞു വീഴും. സ്വർഗം അത് ചെയ്യാൻ വേണ്ടി പോവാ. സ്തോത്രഹല്ലേലൂയ. പ്രസംഗക്കുറിപ്പിലെ 2-3 വാക്യം കൂടി ബാക്കിയുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് കയറിയാൽ ഓരോ ഭാഗത്തും ഇത്രയും പറഞ്ഞു പോകണം. അതുകൊണ്ട് സ്തോത്രം, ഈ രാത്രി ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഒരല്പസമയം നിങ്ങൾ ആരും പോകരുത്. കേട്ട ദൂത് ഇവിടെ സംഭവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ വീട്ടിൽ നന്മ വരേണ്ട നന്മയെല്ലാം
തടഞ്ഞു വെച്ചിട്ട് കരയാൻ മാത്രം വിധിക്കപ്പെട്ട നിങ്ങൾ ചിലരെ ഈ രാത്രി ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് ഈ പ്രസംഗം കേൾപ്പിക്കാനല്ല. ഇത് കേട്ടിട്ട് നിങ്ങൾ ആമീൻ പറഞ്ഞാൽ ഈ രാത്രിക്കാലം ദൈവദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി അശൂർ പാളയത്തിലേക്ക് ഇറങ്ങിയതുപോലെ നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹിസ്കിയ രാജാവ് ദൈവാലയത്തിനകത്ത് ശത്രു എഴുതിയ രേഖയുമായി കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പാളയത്തിലേക്ക് ദൂതനെ അയച്ചു. ഇന്ന് രാത്രിക്കാലം നീ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് ഊരിപ്പിടിച്ച വാളുമായി നീ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഇരുട്ടിന്റെ ശക്തികൾ കാണാതിരിക്കാൻ എന്റെ ദൈവം ദൂതനെ അയക്കും. അതുകൊണ്ട് ഇവിടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണ്ടിരുന്നു. ഹിസ്കിയാവിനെ പോലെ നാഥ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ജപ്തി നോട്ടീസ് വന്നിരിക്കുക, മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുക, ബയോപ്സി റിപ്പോർട്ട് വന്നിരിക്കുക. ആ കടലാസിൽ ചുരുട്ടി പിടിച്ചോണ്ട് ദൈവസന്നിധിയിൽ കരയുമ്പോൾ നിന്നെ തകർക്കാൻ വന്ന വിഷയത്തെ സ്വത്രം ഓടിച്ചു കളയാൻ ഇല്ലാതാക്കാൻ സ്വർഗം ദൂതനെ അയക്കുമെന്ന് പ്രവചനമായി ഇന്ന് രാത്രി ചിലരോട് പറയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം അത് ഏറ്റെടുത്ത് സ്വത്രം ചെയ്തു. സ്വർഗം അത് ചെയ്യുക. Rikana Paushana Hadara Jagadiana Amdaracha Sadini Halkanadiana. Hallelujah, 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 Hallelujah. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയോടെ അധികാരമുള്ളവൻ വന്നിട്ടുണ്ട്, അധികാരമുള്ളവൻ വന്നിട്ടുണ്ട്. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ രംഗത്ത് വന്നവൻ വന്നിട്ടുണ്ട്. ഇവിടെ വെളിപ്പെട്ടവൻ വന്നിട്ടുണ്ട്. ഇവിടെ അവൻ ഇന്ന് രാത്രിക്കാലം ആൾക്കൂട്ടത്തെ കാണാൻ വന്നതല്ല. ദൈവദാസന്മാര് കൂടെ ഇന്ന് രാത്രികാലം ആത്മാവിൽ നിന്ന് അരയും തലയും മുറുക്കി ഇറങ്ങണം. നിങ്ങളുടെ സർവായുധ വർഗം മുഴുവൻ എടുക്കണം. ദൈവാത്മാവത്തിലെ കൃപകൾ തന്നിട്ടുള്ള അഭിഷിക്തന്മാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ആത്മശക്തിയോടെ ഈ രാത്രികാലം ഈ പന്തലിന് കീഴെ മുമ്പിലും പുറകിലൊക്കെ നിൽക്കുന്ന ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നമ്മളെ ഏൽപ്പിച്ച ജനത്തെ ഇരുട്ടുകൊണ്ട് ബന്ധിക്കാമെന്ന് വിചാരിച്ചാൽ സാത്താൻ മിടുക്കനാകണ്ട. ഈ രാത്രി ജയം നിന്റെ കുഞ്ഞുങ്ങളെ ഓരണത്തെ പോലും ഇരുട്ടുകൊണ്ട് ബന്ധിക്കാൻ സമ്മതിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആ മേഖലകൾ ഇന്ന് രാത്രി ക്ലീൻ ആകുക, ക്ലീൻ ആകുക. പരിശുദ്ധാത്മാവ് ചെയ്യുകയോ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഏലിയാവിന്റെ മേൽ ഇറങ്ങി വന്നതുപോലെ ചിലരുടെ മേൽ ഇറങ്ങി വരികയോ. എന്തിനാ കരം ഇറങ്ങി വരുന്നത്? ഒരു ശുശ്രൂഷയ്ക്ക്, ഒരു ശുശ്രൂഷയ്ക്ക് അസ്ഥിക്കൂട്ടത്തെ സൈന്യമാക്കി മാറ്റാൻ യെഹെസ്കേലിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വരികയോ, ഇറങ്ങി വരികയോ. ഇരിക്കാൻ കഴിയാതെ വണ്ണം ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നെങ്കിൽ പ്രസംഗം കഴിഞ്ഞു. നിങ്ങൾ ഇനി ആ കസേരയിൽ ഇരിക്കണമെന്നില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയാതെ വണ്ണം ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നെങ്കിൽ ഇരിക്കുന്നിടത്ത് നിങ്ങൾ എഴുന്നേറ്റോ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുക. ഞാൻ ആത്മാവിൽ കണ്ടോണ്ട് പറയുന്നു, ഇന്ന് രാത്രികാലം സ്വർഗത്തിന്റെ കരമിറങ്ങുന്നു, സ്വർഗത്തിന്റെ കരമിറങ്ങുന്നു, സ്വർഗത്തിന്റെ കരമിറങ്ങുന്നു. ബാൽ ശക്തികളെ കൊണ്ട് ഇവിടെ ഇറക്കുമതി ചെയ്ത് ദുഷ്ടശക്തികളെ കൊണ്ട് സത്യദൈവത്തെ മറകട്ടാന്ന് വിചാരിച്ച ആഹാബിന്റെ ശക്തിയെ തകർക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഏലിയാവിന്റെ മേൽ ഇറങ്ങിയതുപോലെ വിശ്വസിക്കുന്നവർ, എഴുന്നേറ്റ് നിൽക്കുന്നവർ, ഇരിക്കുന്നവർ, ആത്മാവിൽ ആരാധിക്കുന്നവർ, കർത്തൃദാസന്മാർ, ആദ്യമായൊരു സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കുന്നവർ, നിങ്ങൾ ആരുമായിക്കോട്ടെ, സ്വർഗം ഇന്ന് രാത്രി ആരെയും രണ്ടായി കാണുന്നില്ല. ദൈവകൃപ വ്യാപരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയൂ. എന്റെ ദൈവം എന്നോട് പറയുന്ന പ്രവചന ധ്വനികൾ ഞാൻ വിളിച്ചു പറയാം. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ 20-ൽ പരം കൊല്ലമായി വ്യാപരിച്ചു നിന്ന് ഇസബേലിന്റെ ശക്തിയെ തകർക്കാൻ എന്റെ ദൈവം മുഴുവൻ വന്നില്ല. അവന്റെ കൈ മാത്രമേ ഇറങ്ങി വന്നുള്ളൂ. കൈ ഇറങ്ങി വന്നതോട് കൂടെ യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്ന ദൈവമക്കൾ ഭാഗ്യമുള്ളവരാണ്. ആരാധിക്കുന്നവരുടെ കൂടെ ആരാധിച്ചോളണം. സ്തോത്രം ചെയ്യുമ്പോൾ ചേർന്ന് സ്തോത്രം ചെയ്തോളണം. വിമർശകന്മാരുടെ കൂടെ ചേരരുത്, ഒറ്റപ്പെടുത്തുന്നവരുടെ കൂടെ ചേരരുത്. ഇന്ന് രാത്രികാലം കൃപ ലഭിച്ച ദൈവമക്കൾ, ദൈവം നിന്നെ നിർബന്ധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നവർ ചേർന്ന് ആരാധിച്ചോ. നൃത്തം ചെയ്യുന്നവരുടെ കൂടെ നൃത്തം ചെയ്തോ. സ്തോത്രം. സിയോന്റെ മക്കൾ തന്റെ രാജാവിൽ ഘോഷിച്ചുല്ലസിക്കുകയാ. നിന്നെ തന്നെ ചുരുക്കരുത്, നിന്നെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് ആരാധിച്ചോ, സ്തോത്രം ചെയ്ത് ആരാധിച്ചോ. ദൈവം പറയുന്നു ഇന്ന് രാത്രികാലം അവന്റെ മഹിമയുടെ വ്യാപാരം ഇതിനകത്ത് വ്യാപരിക്കുന്നു.
കൃപ ജ്വലിക്കട്ടെ, കൃപ ജ്വലിക്കട്ടെ, കൃപ ജ്വലിക്കട്ടെ. ശന്ധന റിഖാന സൈഥിനി അടക ജനഘടക നവൗഷ ലഗരം ധരകം വൈഡ പ്രവനം ഘടകം ജാനം ഐഷ പ്രവന ഹടക ജാന ഹംദര ജാന റിഗനെ ലൗഷ ദേരെ ഹംദര രഗനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ അനുഭവിക്ക്. ദൈവത്തിന്റെ കൃപ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അനുഭവിക്ക്. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആത്മാവിനെ അയക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ അയച്ച് എന്ന് എത്രയോ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി കലയപുരത്തേക്ക് ഇവിടെ വന്ന ദൈവമക്കൾക്ക് വേണ്ടി എഫദ മിനിസ്ട്രിയുടെ കൺവെൻഷന്റെ അവസാന രാത്രി സ്വർഗം വാക്ക് തരുന്നു. നീ പൊക്കോ, ഞാൻ എൻ്റെ ആത്മാവിനെ അയച്ചേക്കാം. രക്തത്താലെ 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 വിശേഷത ഇല്ലാതാക്കാൻ ശത്രു പല അടവുകൾ നടത്തി. നിന്റെ കുടുംബത്തെ അപമാനകരമാക്കാൻ, നിന്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ ഒരു മുള്ളാക്കി മാറ്റാൻ ശത്രു ശ്രമിച്ച തന്ത്രത്തെയാണ് ഇന്ന് രാത്രി ദൈവം കീറിക്കൊണ്ടിരിക്കുന്നത്. വിശേഷത ഉണ്ടായിരുന്നതിന്റെ കുടുംബജീവിതം, വിശേഷത ഉണ്ടായിരുന്നതിന്റെ പൊന്നു മക്കള് അവരെ വിവാഹം കഴിച്ചതോട് കൂടെ മുഖം ചുമക്കുന്നത് പോലെ ആയി പോയി. അത് കണ്ട് കരയുന്ന അമ്മേ, ഇന്ന് രാത്രി നിന്റെ സന്തതിയുടെ വിശേഷത നശിപ്പിക്കാൻ സാത്താൻ നോക്കുന്ന പോരാട്ടത്തെ എന്റെ ദൈവം മനഃപൂർവ്വമായി ഇവിടെ അവന്റെ കാലിന്റെ കീഴെ ചതച്ചു കളയുക. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ജനത്തിന് മേലെ ശരീരത്തിന് രോഗങ്ങൾ മാറട്ടെ. എല്ലാ രോഗവും രോഗമല്ല അപ്പാ, ഞങ്ങൾക്കത് അറിയാം. ചില ബാധകളുണ്ട്. ഇന്ന് രാത്രി ഇരുട്ട് മാറട്ടെ, ഇരുട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങളെ ലക്ഷ്യം വെച്ച് നിന്നെ കൊണ്ട് ശുശ്രൂഷ തികപ്പിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന പോരാട്ടങ്ങളെ ആയിരക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിന്നെ ശരീരം കീറാൻ വിധിക്കപ്പെട്ട വിധികൾ ഈ രാത്രി 17-ാം തീയതി രാത്രി ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് രേഖ തിരുത്തുക ദൈവം. ഇനി ഓപ്പറേഷൻ വേണ്ട. ദൈവം പറയുന്നു, നിന്റെ ഇരുട്ട് ദൈവം മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കഴിയുമെങ്കിൽ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് 2 മിനിറ്റോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു 30 സെക്കൻഡ് ഓടിപ്പോകണ്ടാത്തവർ, സ്വന്തം വണ്ടിക്കൊക്കെ വന്നവർ, ലൈൻ ബസ്സിന് പോകാത്തവര് ദയവായിട്ട് ഈ പ്രാർത്ഥനയെ കൂടെ നിൽക്കണം. ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. ഏതെങ്കിലും വിഷയത്തിൽ തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസാക്ഷിക്കകത്ത് ഇരുട്ടില്ലെങ്കിൽ, കർത്താവേ, ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ പാളിപ്പോയിട്ടുണ്ട്, ഇന്റർനെറ്റ് ചാറ്റിങ്, ആരും അറിയാത്ത യൂട്യൂബ് സെർച്ചിങ്, ഇല്ലപ്പാ, ഇനി ഞാനില്ല, എൻ്റെ വിശേഷത നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാനില്ല എന്ന് ഇന്ന് രാത്രി ആരും അറിയാതെ ഒരു തീരുമാനമെടുത്താൽ സ്വർഗത്തിലെ ദൈവം നിന്റെ വിൽപത്രത്തിൽ ഒപ്പിടുന്ന എന്നോട് പറഞ്ഞത്. നിന്റെ പേപ്പർ വർക്കുകളെല്ലാം ദൈവം നിറവേറ്റും. കെട്ടിക്കിടക്കുന്ന സംഭവം മൂവ്മെന്റ് ആകും. അതിനിന്ന് രാത്രി ദൈവം പേന തുറന്ന് വെച്ചിരിക്കുക. അവസരം പാഴാക്കരുത്. കുഞ്ഞുങ്ങളടക്കം എല്ലാവരും, ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണെങ്കിലും, യേശു രക്ഷകനാണ്. യേശു പാപവിമോചകനാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഇവിടെ വരാൻ പറ്റിയത്. രൂത്ത് ചോദിച്ചതുപോലെ ഒരു അന്യജാതിക്കാരിയായ എന്നോട് ഇത്ര കരുണ കാണിക്കാൻ ഞാൻ എന്തുള്ളൂ എന്ന് നീ ചോദിക്കത്തക്ക രീതിയിൽ ഇന്നു മുതൽ എല്ലാം നഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കരുതലിന്റെ കലവറ എന്റെ ദൈവം തുറന്നു തരും. സ്വർഗം ഇന്ന് രാത്രി ആരോടോ പറയുന്നു. ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടി പറഞ്ഞ് ഈ ദൂത് പറയാൻ ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. സ്വർഗം പറയുന്നു, രൂത്തിനെ പോലെ. ഞങ്ങളുടെ വേദപുസ്തകത്തിൽ എല്ലാം തകർന്നൊരു യൗവനക്കാരിയായ
സഹോദരിയായ രൂത്ത്, ആ രൂത്ത് ഒരിക്കൽ ചോദിച്ചു, ഒരു കരുതലും ഇനി ലോകത്തിൽ കിട്ടത്തില്ലെന്ന് വിചാരിച്ച എന്റെ ജന്മത്ത് ഇത്രയും കരുതൽ എന്നോട് അങ്ങ് ആരാണ് എന്ന് ചോദിക്കത്തക്ക രീതിയിൽ നിന്റെ ജീവിത ചരിത്രം കീഴ്മേലും അറിയുന്നു എന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ കൂട്ടത്തിൽ വരാൻ ഒരു സാധ്യതയില്ലാത്ത നിന്നെ എന്റെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നത് രൂത്തിന്റെ അനുഭവം പോലെ നിനക്കൊരു അനുഭവം തരാനാണെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് വിരൽ ചൂണ്ടി പ്രവചിക്കുന്നു. യെസ്, ഒറ്റ തീരുമാനത്തിൽ ദൈവം ഒപ്പുവെക്കും. ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഒരുപാട് പാപചിന്തകളുണ്ട്. ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, ഞാൻ അത്ര നല്ലവളല്ല. ആരും അറിയാത്ത ഒത്തിരി രഹസ്യ ബന്ധനങ്ങൾ എൻ്റെ മേലുണ്ട്. ഇന്ന് ഞാനതെല്ലാം നിർത്തുക. പാപം വേണ്ട, ബാക്കിയുള്ള ജീവിതം ദൈവം കരുതിയാൽ മതി എന്നാര് പറയുന്നോ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അവരെയും അവരുടെ കുടുംബത്തെയും ദൈവം രക്ഷിക്കും. പ്രത്യേക സമ്മർദ്ദം ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് തരുന്നെങ്കിൽ, നിങ്ങൾ ഇന്ന് രാത്രി ദൈവദാസന്മാരെ ആരെങ്കിലും കണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഇന്നാരെന്നൊന്നുമില്ല. അതിന് ഷാജി പാസ്റ്റർ എന്നെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. പുറകിലേക്ക് ഇറങ്ങിച്ചു പോകും. പാസ്റ്റേഴ്സ്, ബോസ് പാസ്റ്റർ ഇവിടെ ഉണ്ട്. ആ കൈയൊന്ന് ഒത്തിരി നേരം വർത്താനൊന്നും പറഞ്ഞ് നിൽക്കുകയും വേണ്ട. എല്ലാം ദൈവം അറിഞ്ഞു. ആ കൈയൊന്ന് എൻ്റെ തലയിലേക്ക് വെച്ചേക്കാൻ ആ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് അഭിഷിക്തന്മാർ ആരോടെങ്കിലും പറഞ്ഞേരെ, ബാക്കി ദൈവം ചെയ്തോളൂ. സ്വർഗം ഇന്ന് രാത്രി ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഞാൻ എല്ലാവരും കണ്ണടച്ച് നിൽക്കുമ്പോൾ ഒരു തീരുമാനം എൻ്റെ മനസ്സിനകത്തുണ്ട്. അത് ഞാനും ദൈവമായിട്ടുള്ളതാണ്. ഞാൻ ഇന്നത് ഇവിടെ തീരുമാനിക്കുന്നു, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് ഞാൻ ഇനി കൂട്ടാളിയാകില്ല. ഞാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വലങ്കരം നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചു. ആരും കാണിയല്ല, ദൈവം മാത്രം കാണട്ടെ. എന്തെങ്കിലും ദൈവസന്നിധിയിൽ അടിയുറച്ച് തീരുമാനിക്കുന്നവർ, നെഞ്ചത്തേക്ക് കൈവച്ചവർക്ക് വേണ്ടി, ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് അധ്യക്ഷന്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നെഞ്ചത്ത് കൈവച്ച് തേങ്ങുന്ന ഹൃദയത്തോടെ നിൽക്കുന്ന എത്ര പേരുണ്ടെന്ന് അങ്ങയ്ക്ക് നന്നായിട്ട് അറിയാലോ. നെഞ്ചത്ത് കൈവച്ചൊരു തീരുമാനത്തോടെ നിൽക്കുന്ന ഒരാളെ പോലും എൻ്റെ കർത്താവ് കൈവിടല്ലേ അപ്പാ. ഈ രാത്രി എന്നെ ഇവിടെ വിട്ട ദൈവമേ, ഞങ്ങളുടെ ദാസനെ കൊണ്ട് ഈ യോഗം ഇവിടെ വെപ്പിച്ച ദൈവമേ, മുമ്പ് പ്ലാൻ ചെയ്തിട്ടൊന്നും ആ സമയത്ത് നടക്കാതെ മാറ്റിവെക്കത്തക്ക രീതിയിൽ വിഷയങ്ങൾ കലുഷിതമായി. എന്നാൽ ഇന്നിതിവിടെ നടക്കണമായിരുന്നു. ദൈവം കരുതി വെച്ചവരിവിടെ വന്നു. അവരുടെ ചെവി തുറന്നു, അവരുടെ ദീപം കത്തിയിട്ടുണ്ട്. ഇനി അവര് ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഞാനത് വിശ്വാസത്തോടെ ഈ പരസ്യ സ്ഥലത്ത് പ്രഖ്യാപിക്കുന്നു. തീരുമാനിച്ചവരെല്ലാം രക്ഷപ്പെടും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ ഏതൊക്കെ വിഷയമാണോ ഭാരപ്പെട്ടിരിക്കുന്നത്, അവർക്ക് ജീവിതം കൊടുക്കണം, മക്കളെ അനുഗ്രഹിക്കണം, ആത്മീയം കൊടുക്കണം, ഞെരുക്കങ്ങൾ മാറ്റണം. നിങ്ങളുടെ ദാസനെയും ഈ ടീമിനെയൊക്കെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.